ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡെയിലി ഇംഗ്ലീഷ് ക്ലാസ് റൂമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 9ാം ക്ലാസ്സിൻ്റെ സക്സസ് എന്ന് പറയുന്ന ഹെൻറി വാഡ്സ്വർത്ത് ലോങ്ഫെല്ലോ എഴുതിയ പോയത്തിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ വീഡിയോ ആരംഭിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഒന്നാമത്തെ ചോദ്യം, ലെറ്റ്സ് റിവൈൻഡ് ആൻഡ് റിജോയ്സ്. ഐഡൻറ്റിഫൈ ദ ലൈൻ ദാറ്റ് ഇൻഡിക്കേറ്റ്സ് ഹ്യൂമൻ സ്ട്രെങ്ത്. അതായത് മനുഷ്യൻ്റെ കഴിവിനെ സൂചിപ്പിക്കുന്ന വരി ഏതാണ്, അത് എടുത്തെഴുതുക എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ആ വരികൾ. ബട്ട് വി ഹാവ് ഫീറ്റ് ടു സ്കെയിൽ ആൻഡ് ക്ലൈംബ്. നമുക്ക് കാലുകളുണ്ട് കയറാൻ. ഇതാണ് മനുഷ്യൻ്റെ കഴിവിനെക്കുറിച്ച് പറയുന്ന വരി. ഷോസ് ദാറ്റ് ഹ്യൂമൻസ് ഹാവ് ദ സ്ട്രെങ്ത് ടു വർക്ക് ഹാർഡ് ആൻഡ് അച്ചീവ് ദെയർ ഗോൾസ്. അതായത് മനുഷ്യർക്ക് വർക്ക് ചെയ്ത് അല്ലെങ്കിൽ ഹാർഡ് വർക്ക് ചെയ്ത് അവരുടെ ലക്ഷ്യങ്ങൾ നേടാനുള്ള കഴിവ് ഉണ്ടെന്നാണ് ഈ വരിയിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. രണ്ടാമത്തെ ചോദ്യം, വാട്ട് ഡു ദ വേർഡ്സ് ക്ലൗഡി സമ്മിറ്റ്സ് ആൻഡ് പിരമിഡ്സ് ഇംപ്ലൈ? ഈ പോയത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന രണ്ട് വാക്കുകളാണ് ക്ലൗഡി സമ്മിറ്റ്സ് അതുപോലെ പിരമിഡ്സ്. ഇത് എന്തിനെ സൂചിപ്പിക്കുന്നു? ക്ലൗഡി എന്ന് വെച്ചാൽ മേഘാവൃതമായ, മേഘങ്ങൾ കൊണ്ട് മൂടിയ ഏറ്റവും മുകൾ ഭാഗം, ക്ലൗഡി സമ്മിറ്റ്സ്. അതിൻ്റെ അർത്ഥം ഇറ്റ് മീൻസ് ഡിഫിക്കൽട്ട് ആൻഡ് ഹൈ ഗോൾസ് ദാറ്റ് ആർ ഹാർഡ് ടു സീ ഓർ റീച്ച്. അതായത് വലിയ വലിയ ലക്ഷ്യങ്ങൾ, നമ്മുടെ സ്വപ്നങ്ങൾ, അത് കാണാൻ അത്ര വ്യക്തമായി കാണാൻ കഴിയാത്ത നമ്മുടെ ഭാവിയിൽ നമ്മൾ ആഗ്രഹിക്കുന്ന നേട്ടങ്ങൾ, പ്രതീക്ഷകൾ, ഇതൊക്കെയാണ് ക്ലൗഡി സമ്മിറ്റ്സ് എന്നുള്ളത് കൊണ്ട് സൂചിപ്പിക്കുന്നത്. നമുക്ക് എത്താൻ കഴിയാത്ത അത്ര ഉയരത്തിലുള്ളത്. പിരമിഡ്സ് എന്ന് വെച്ചാൽ ഇവിടെ സൂചിപ്പിക്കുന്നത് ബിഗ് ലാസ്റ്റിംഗ് അച്ചീവ്മെൻറ്റ്സ്, വലിയ വലിയ നേട്ടങ്ങളെയാണ് പിരമിഡ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മൂന്നാമത്തെ ചോദ്യം, വെൻ ഡു ദ പിരമിഡ്സ് അപ്പിയർ ലൈക്ക് ജൈജാൻറ്റിക് ഫ്ലൈറ്റ്സ് ഓഫ് സ്റ്റെയർസ്? അപ്പോൾ എപ്പോഴാണ് പിരമിഡ്സ് വലിയ ഒരു സ്റ്റെപ്പുകളുള്ള ഒരു വലിയ സ്ട്രക്ചറായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നത്? ദ പിരമിഡ്സ് ലുക്ക് ലൈക്ക് ഹ്യൂജ് സ്റ്റെപ്സ് വെൻ നിയറർ സീൻ ആൻഡ് ബെറ്റർ നോൺ. നന്നായി അറിയുമ്പോഴും അടുത്തെത്തി നോക്കുമ്പോഴുമാണ് ഈ സ്റ്റെപ്പുകൾ നമുക്ക് കാണാൻ കഴിയുക. വാട്ട് ഡു വി കം അക്രോസ് വെൻ വി റൈസ് ടു ദ ഹയർ ലെവൽസ്? ഹയർ ലെവലിലേക്ക് നമ്മൾ എത്തിക്കഴിയുമ്പോൾ എന്താണ് നമ്മൾ കാണുക? ആസ് വി ഗോ ഹയർ വി സീ പാത്ത് വേസ് ഓർ ന്യൂ ഓപ്പർച്യൂണിറ്റീസ് ദാറ്റ് വി കുഡൻറ്റ് സീ ബിഫോർ. അപ്പോൾ നമ്മൾ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് നമ്മൾ അതിനു വേണ്ടി പ്രവർത്തിക്കുമ്പോൾ, അതിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ മാത്രമാണ് മറ്റ് ചില വഴികൾ, വിജയത്തിലേക്കുള്ള മറ്റ് ചില വഴികളും പുതിയ ചില ഓപ്പർച്യൂണിറ്റീസ്, അവസരങ്ങളും ഒക്കെ നമുക്ക് കാണാൻ കഴിയുക. അപ്പോൾ നമുക്ക് ഈ അവസരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഏറ്റവും മുകളിലെത്താൻ കഴിയും. പക്ഷേ ആദ്യം തന്നെ നമ്മൾ ഇത് വലിയൊരു ലക്ഷ്യമാണ്, എന്നെക്കൊണ്ട് ഇത് കഴിയില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുകയാണെങ്കിൽ ഒരിക്കലും ഇത്തരത്തിലുള്ള വഴികൾ നമുക്ക് കാണാൻ കഴിയുകയില്ല. അഞ്ചാമത്തെ ചോദ്യം, വാട്ട് മേക്സ് ഗ്രേറ്റ് മെൻ ഡിഫറെൻറ്റ് ഫ്രം ദെയർ കമ്പാനിയൻസ്? എങ്ങനെയാണ് മഹത് വ്യക്തികൾ അവരുടെ സുഹൃത്തുക്കളിൽ നിന്ന് വ്യത്യസ്തരായിരിക്കുന്നത്? ഗ്രേറ്റ് മെൻ ആർ ഡിഫറെൻറ്റ് ബിക്കോസ് ദേ വൈൽ ദെയർ കമ്പാനിയൻസ് സ്ലെപ്റ്റ് വെർ ടോയിലിംഗ് അപ്വേർഡ് ഇൻ ദ നൈറ്റ്. അതായത് വലിയ വലിയ ആളുകൾ അവരുടെ സുഹൃത്തുക്കളൊക്കെ വിശ്രമിക്കുകയും ഉറങ്ങുകയൊക്കെ ചെയ്യുന്ന സമയത്ത് വരെ ഉണർന്നിരുന്നു കൊണ്ട് അവരുടെ ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളാണ്. ദിസ് മീൻസ് ദേ വർക്ക് ഹാർഡ് ഈവൻ വെൻ അതേഴ്സ് ആർ റെസ്റ്റിംഗ്. മറ്റുള്ളവർ വിശ്രമിക്കുമ്പോഴും ഇവരുടെ കഠിനാധ്വാനം തുടരുന്നവരാണ്, അല്ലെങ്കിൽ ഉറക്കം വിളച്ചിരുന്നുകൊണ്ട് ഇവരുടെ കാര്യങ്ങൾ ചെയ്യുന്നവരാണ്. ഐഡൻറ്റിഫൈ ദ ഇമേജസ് ഓഫ് സക്സസ് ഇൻ ദ പോയം ആൻഡ് കമൻറ്റ് ഓൺ ഹൗ ദേ കൺവേ ദ മെസ്സേജ് ഓഫ് ദി പോയം. അപ്പോൾ വിജയത്തെ സൂചിപ്പിക്കുന്ന ഇമേജസ് ഈ പോയത്തിൽ ഏതൊക്കെയാണ് ഉള്ളത്? ഇമേജസ് ഓഫ് സക്സസ് ഇൻക്ലൂഡ് ക്ലൗഡി സമ്മിറ്റ്സ്, മൈറ്റി പിരമിഡ്സ് ഓഫ് സ്റ്റോൺ, ഡിസ്റ്റൻറ്റ് മൗണ്ടൻസ്. ഇതൊക്കെ വിജയത്തെ സൂചിപ്പിക്കുന്നതാണ്. ദീസ് ഇമേജസ് ഷോ ദാറ്റ് സക്സസ് ടേക്സ് ടൈം ആൻഡ് എഫേർട്ട്. അപ്പോൾ വിജയം എന്ന് പറയുന്നത് പെട്ടെന്ന് നേടാൻ കഴിയുന്ന ഒന്നല്ല, അതിന് സമയമെടുക്കും, നല്ല എഫേർട്ട് വേണം, നല്ല പരിശ്രമം വേണം, എങ്കിൽ മാത്രമേ നമുക്ക് നേടാൻ കഴിയുകയുള്ളൂ. ആൻഡ് ബിഗ് അച്ചീവ്മെൻറ്റ്സ് ആർ ലൈക്ക് ക്ലൈംബിംഗ് മൗണ്ടൻസ് ഓർ ബിൽഡിംഗ് പിരമിഡ്സ്. അപ്പോൾ വലിയ വലിയ നേട്ടങ്ങൾ എന്ന് പറയുന്നത് ഒരു വലിയ മല കയറുന്നത് പോലെ അല്ലെങ്കിൽ ഒരു പിരമിഡ് നിർമ്മിക്കുന്നത് പോലെയൊക്കെയാണ്.
The heights by great men reached and kept were not attained by sudden flight. Comment on these lines. Collect a few proverbs that convey the same idea. അതായത് വലിയ വലിയ കാര്യങ്ങൾ ഒരു ദിവസം കൊണ്ടോ അല്ലെങ്കിൽ ഒരു ശ്രമത്തിലോ നേടുന്നവയല്ല. ഈ ഒരു വരിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അതുപോലെ തന്നെ ഇതേ അർത്ഥം വരുന്ന മറ്റ് പഴഞ്ചൊല്ലുകൾ കളക്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. These lines mean that great achievements don't happen suddenly or easily. വലിയ വലിയ നേട്ടങ്ങൾ പെട്ടെന്ന് സംഭവിക്കുന്നതല്ല. They happen because of hard work and persistence. തുടർച്ചയായ പരിശ്രമവും ഹാർഡ് വർക്കുമാണ് അതിൻ്റെ രഹസ്യമെന്ന് പറയുന്നത്. ഇതേ അർത്ഥം വരുന്ന ധാരാളം പഴഞ്ചൊല്ലുകളുണ്ട്. അതിൽ ചിലത് ഇവിടെ കൊടുക്കുന്നു. Proverbs with similar meanings. Rome wasn't built in a day. റോം ഒരു ദിവസം കൊണ്ട് ഉണ്ടാക്കിയതല്ല. Slow and steady wins the race. No pain, no gain. Success is not a journey, not a destination. Little by little one travels far. അപ്പോൾ ഇതൊക്കെ ഇതേ ആശയം തന്നെ ഉൾക്കൊള്ളുന്ന പഴഞ്ചൊല്ലുകളാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.